Hello, hi all. This is me, BT Sebastian from Entry Commerce. You are being with. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വിഷയം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആലോചനകൾക്കും ഡിസ്കഷൻസിനും ഒക്കെ ഒടുവിൽ കൊമേഴ്സ് എടുക്കാം എന്നുള്ള വൈസായിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്ന ഒരു കൂട്ടം ഓഡിയൻസ് ആണ് ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊമേഴ്സ് എടുത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് +1 പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കൊമേഴ്സ് സ്റ്റുഡൻസിനാണ്. എന്താണ് അക്കൗണ്ടൻസി? നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു വിഷയമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമ്മൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ സയൻസ്, മാത്സ് അങ്ങനെയുള്ള പല വിഷയങ്ങളും പഠിക്കുന്നുണ്ടെങ്കിലും അക്കൗണ്ടൻസിയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചാപ്റ്ററോ വന്ന ഒരു വിഷയവും നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് കാര്യമായ ഒരു ഇൻട്രൊഡക്ഷൻ കുട്ടികൾക്ക് ആവശ്യമാണ്. അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിനെ ഒരു വിഷയം എന്നതിലുപരി അല്ലെങ്കിൽ ഒരു കോർ സബ്ജക്ട് എന്നതിലുപരി ഒരു ലാംഗ്വേജ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം 1494 ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്ന ലൂക്ക പാസിയോളയാണ് ഈ വിഷയത്തിന് ഇങ്ങനെയുള്ള ഒരു രൂപവും ഭാവവും ഒക്കെ കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് ബിസിനസിന്റെ കണക്കുകളായിരുന്നു. എന്നാൽ ഒരുപാട് കുട്ടികൾക്ക് മാത്സ് എന്ന് കേൾക്കുമ്പോൾ, കാൽക്കുലേഷൻ എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷനാണ്. എന്താണ് ഈ മാത്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻസ് വരിക, ഇതിൽ ഫോർമുലാസ് ഉണ്ടോ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണോ? എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിനെ നമ്മളൊരു ലാംഗ്വേജ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു ഭാഷയാകുന്നത് അത് കണക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു കമ്പനിക്ക് പല കാര്യങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സ്വന്തമായിട്ട് സീലുണ്ട്, സ്വന്തമായി സാധനങ്ങൾ ഓൺ പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ കാര്യങ്ങളിൽ ഇടപെടാം. അങ്ങനെയാകുമ്പോൾ ഒരു കമ്പനി ഡെഫിനറ്റ്ലി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരാള് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ സാധ്യത വളരെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ മനുഷ്യനാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ കമ്പനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. കൊമേഴ്സ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഏതൊറക്കത്തിലും ബൈഹാർട്ട് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. AICPA ഈ ഒരു ഡെഫിനിഷൻ കൊമേഴ്സ് പഠിച്ച ആരും പെട്ടെന്നൊന്നും മറക്കില്ല. കാരണം അത്രയും ഫോഴ്സ്ഫുള്ളി നമ്മളെ ബൈഹാർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ സെന്റൻസിനുള്ളിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്ട് എന്ന സാഗരം മുഴുവൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അക്കൗണ്ടൻസി ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഇതിൽ ആർട്ട് എന്ന് പറയുന്നതിനെ നമ്മൾ ഒന്ന് റീപ്ലേസ് ചെയ്യാണ്. ഓഫ് കോഴ്സ് ഡെഫിനിഷൻസ് ഷുഡ് ബി ഡെഫിനിഷൻസ്. പക്ഷെ ഇവിടെ ഫോർ ദി സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അതിനെ ഒന്ന് ലാംഗ്വേജ് ആയിട്ട് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി ഒരു ഭാഷയായി മാറുകയാണ്. ഭാഷയാകുമ്പോൾ തീർച്ചയായിട്ടും ആൽഫബറ്റ്സ് വേണം, ഗ്രാമർ വേണം, സെന്റൻസ് വേണം, അത് ഒരു ആശയം കൈമാറ്റം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ലാംഗ്വേജിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഓഫ് കോഴ്സ് റെക്കോർഡിംഗ് മീൻസ് യു ആർ ഐഡന്റിഫൈയിങ് ദി ആൽഫബറ്റ്സ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ഘടകങ്ങൾ അല്ലെങ്കിൽ ഓരോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊരു ആൽഫബറ്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. ആൻഡ് ദെൻ ക്ലാസിഫൈയിങ്. കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ നമുക്ക് പഠിച്ചെടുക്കാനോ മനസ്സിലാക്കാനോ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ, ഗ്രൂപ്പിംഗ് സിമിലർ ഐറ്റംസ് ബേസ്ഡ് ഓൺ സം റൂൾസ്, ചില നിയമങ്ങളും ഫോർമുലാസ് ഒക്കെ ഉണ്ട്, ചില കൺവെൻഷൻസ്, പ്രിൻസിപ്പിൾസ്, അതിനെ ബേസ് ചെയ്ത് ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഈ അക്കൗണ്ടൻസിയിലെ ആൽഫബറ്റ്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ആൻഡ് ദെൻ സമ്മറൈസിങ്, സം ചെയ്യണം. നമ്മൾ കുറെ കാര്യങ്ങൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് നമ്മൾ സമ്മപ്പ് ചെയ്യും. ലൈക്ക് ഒരു P&L അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ്. അതിനുശേഷം ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. ഇതിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് ഉണ്ട്. അത് ആർക്കാണോ കൊടുക്കേണ്ടത് അവരിലേക്ക് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. സോ ഇന്റർപ്രിട്ടേഷൻ ഈസ് വേർ ഇത് ശരിക്കും ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത് അവിടെയാണ്. ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് അക്കൗണ്ടൻസിയിൽ പോകെ പോകെ ഇനി നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഓഫ് കോഴ്സ് റെക്കോർഡിംഗ് മീൻസ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അത് എവിടെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ജേർണൽ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് കീപ്പിംഗ് പ്രോസസ്സിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആകാം. ആൻഡ് ദെൻ ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ ഓരോ പ്രത്യേക ഫാക്ടേഴ്സിനും അല്ലെങ്കിൽ ഓരോ പ്രത്യേക എലമെന്റ്സിനും ഒരു ക്ലാസ് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ സമ്മറൈസിങ്, ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാകും, P&L അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിലൂടെ നമ്മൾ സമ്മപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പറയുന്ന ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് നമ്മൾ സമ്മറൈസ് ചെയ്ത് റീഡബിൾ ഫോർമാറ്റിലേക്ക് ഒരു വാചകമായിട്ടോ ഒരു പാരഗ്രാഫായിട്ടോ ഒരു ലാംഗ്വേജ് നമ്മൾ ഒരു പേപ്പറിൽ എഴുതുന്നത് പോലെ ഈ സമ്മറൈസിങ് പ്രോസസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽസിനെ സമ്മപ്പ് ചെയ്യാണ്. ആൻഡ് ദെൻ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട്
ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനേജ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്തത് അവർക്ക് കൊടുക്കാൻ പാകത്തിന് പ്രിപ്പയർ ചെയ്യുന്നു. അത് ഒന്നുകിൽ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആകാം, ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആകാം, കമ്പാരറ്റീവ് അല്ലെങ്കിൽ കോമൺ സ്റ്റേറ്റ്മെന്റ്സ് ആകാം. ഇതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ടേംസ് ആണ്. സോ ഈ ഒരു പാത്തിലൂടെ ആയിരിക്കും നമ്മുടെ കൊമേഴ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെ ഒരു ഫ്യൂച്ചർ. നമ്മൾ ബികോമിന് പോയാലും അല്ലെങ്കിൽ എംകോമിന് പോയാലും ഹയർ സ്റ്റഡീസിനൊക്കെ പോയാലും ഈ ഒരു പാത്തിലൂടെ ആയിരിക്കും നമ്മുടെ സിലബസും ചാപ്റ്റേഴ്സും ഒക്കെ മൂവ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഈ ഇന്റർപ്രിട്ടേഷൻ ഏറ്റവും കൂടുതൽ വാലിഡ് ആകുന്നത് ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്കാണ് ഇത് പാസ് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചാണ്. ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ മാനേജ്മെന്റ് പീപ്പിൾ ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആകാം, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആകാം. തീർച്ചയായിട്ടും ജനറൽ പബ്ലിക്കും ഇങ്ങനെയുള്ള കമ്പനികളുടെ അക്കൗണ്ട്സിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ അവരെയും കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഈ ലാംഗ്വേജിലൂടെ, അക്കൗണ്ടൻസി എന്ന ലാംഗ്വേജിലൂടെ കമ്പനീസ് സംസാരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും ഒക്കെ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ. സോ അക്കൗണ്ടൻസിനെ ഒരു വിഷയമായി കരുതി ടെൻഷൻ ആകാതെ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് ചിന്തിക്കാതെ ഇതിനെ സിമ്പിൾ ആയ ഒരു ലാംഗ്വേജ് ആയിട്ട് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ അക്കൗണ്ടൻസി എന്ന വിഷയം. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷനിലൂടെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ഈ വിഷയത്തെ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നു, ട്രാൻസ്പെറന്റ് ആക്കി തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ബൈ ദിസ് വി ആർ വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ആൻഡ് ദിസ് ഇസ് മീ ബിറ്റി സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്. താങ്ക് യു.